വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 51-ാം തിരുവചനം. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവം തൻ്റെ കൈകൊണ്ട് ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. എന്താണ് ദൈവത്തിൻ്റെ ഭുജം അഥവാ ദൈവത്തിൻ്റെ കൈ എന്ന് പറയുന്നത്? എന്താണ്? വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ സഭാപിതാക്കന്മാർ ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്. ഒന്നാമതായി, ദൈവം സൃഷ്ടിച്ചതെല്ലാം വചനം കൊണ്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന വചനമാണ് അവിടുത്തെ കൈ എന്ന് വാദിക്കുന്നു, അല്ലെങ്കിൽ വെളിപ്പെടുത്തപ്പെടുന്നു. വീണ്ടും, സൃഷ്ടിച്ചതെല്ലാം പുത്രന് വേണ്ടിയും പുത്രനിലൂടെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നതിനാൽ അവിടുത്തെ പുത്രനായ ഈശോ മിശിഹായാണ്, അവിടുത്തെ പുത്രനാണ് ദൈവകരം എന്ന് പറയപ്പെടുന്ന അഭിപ്രായമുണ്ട്. എന്നാൽ ഈശോ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ തിരുവചനത്തിൽ ദൈവാത്മാവിനാലാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. ദൈവാത്മാവിനെ കൊണ്ട് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു. ഇതേ സംഭവം തന്നെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനത്തിൽ, എന്നാൽ ദൈവകരം കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു എന്നും പറയുന്നു. അങ്ങനെയാണ് എങ്കിൽ ഒരിടത്ത് ദൈവാത്മാവെന്നും ഒരിടത്ത് ദൈവകരമെന്നും ഒരേ സംഭവത്തെ പറ്റി പറയുമ്പോൾ ദൈവകരം ദൈവാത്മാവ് അഥവാ പരിശുദ്ധാത്മാവാണ് എന്നും മനസ്സിലാക്കപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാൽ അവിടുന്ന് എന്താണ് ചെയ്യുന്നത്? ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കുന്നു. നമുക്കറിയാം, അഹങ്കാരം നാശത്തിൻ്റെ ആരംഭമാണ്. ഏതൊരു വ്യക്തിയിലും അഹങ്കാരം രൂപപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നാശത്തിലേക്ക് അദ്ദേഹം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഏത് രാഷ്ട്രമാകട്ടെ വ്യക്തിയാകട്ടെ എന്തും അഹങ്കരിക്കുന്നവർ നശിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഭൂമിയുടെ മേൽ, മനുഷ്യവംശത്തിൻ്റെ മേലെല്ലാം ഭരണം നടത്തിയിരുന്ന, വലിയ ആധിപത്യം പുലർത്തിയിരുന്ന പൈശാചിക അരൂപികളെ സംബന്ധിച്ചാണ് ഇത് പറയുന്നതെന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ഹൃദയവിചാരത്തിൽ, മനുഷ്യൻ്റെ വിചാര മണ്ഡലങ്ങളിൽ അവനെ അഹങ്കാരിയാക്കി ഭരണം നടത്തിയിരുന്ന പൈശാചിക അരൂപികൾ കർത്താവിൻ്റെ ആഗമനത്തോടുകൂടി ചിതറിക്കപ്പെടുകയാണ്. അവരുടെ സ്ഥാനം നഷ്ടപ്പെടുകയും മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് ചിതറിക്കപ്പെടുന്നു. അവരുടെ ഐക്യം നഷ്ടപ്പെടുന്നു. ഇത് പ്രത്യേകമാം വിധം ഇപ്രകാരം പറയുന്നു: മോശയിലൂടെ ഈജിപ്തുകാരുടെ മേൽ അധിക കർത്താവ് ശക്തി പ്രകടിപ്പിച്ചതുപോലെ അല്ല ഇത്. അതുപോലെ തന്നെ അസീറിയൻ കലാപകാരികളെ ദൈവദൂതൻ ആയിരക്കണക്കിന് കലാപകാരികളെ ഒറ്റ ദിവസം കൊണ്ട് വധിച്ച പഴയ ആ സംഭവം പോലെയുള്ള ഒരു ശക്തി പ്രകടനമല്ല ഇത്. നമ്മുടെ കർത്താവിൻ്റെ ആഗമനത്തിൽ മനുഷ്യവംശത്തിന്മേൽ, അവരുടെ ചിന്തകളുടെ മേൽ, ജീവിതങ്ങളുടെ മേൽ ഭരണം നടത്തിയിരുന്ന പൈശാചിക അരൂപികൾ ചിതറിക്കപ്പെടുന്നു. നമ്മുടെ രക്ഷകനായ കർത്താവിൻ്റെ ആഗമനത്തിൽ അവിടുത്തെ ശക്തിയാൽ തിന്മ കീഴടങ്ങുകയും മനുഷ്യർ വീണ്ടും അനുസരണമുള്ള ദൈവമക്കളുടെ പദവിയിലേക്ക് തിരികെ വരികയും ചെയ്യുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു.